മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ നീക്കം ചെയ്ത ഉപരോധങ്ങൾ ഉൾപ്പെടെ ക്യൂബയ്ക്കെതിരായ നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചതോടെ ഒരു സമ്പൂർണ്ണ സാമ്പത്തിക യുദ്ധത്തിന്റെ കരിനിഴലിലാണ് കമ്മ്യൂണിസ്റ്റ് ദ്വീപ് രാജ്യം. ജനുവരിയിൽ അധികാരത്തിലേറിയതിന് തൊട്ടു പിന്നാലെ ക്യൂബയെ തീവ്രവാദ രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി ട്രംപ് ഭരണകൂടം തങ്ങളുടെ കടുത്ത നിലപാട് പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോഴത്തെ ഈ നീക്കം ക്യൂബൻ ജനതയെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമെന്ന് സാമ്പത്തിക വിദഗ്ധരും മനുഷ്യാവകാശ പ്രവർത്തകരും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ട്രംപ് ഒപ്പുവെച്ച ഉത്തരവിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ കീഴിൽ കഷ്ടത അനുഭവിക്കുന്ന ജനതയ്ക്ക് സ്വാതന്ത്ര്യവും ജനാധിപത്യപരവുമായ ക്യൂബയെ വളർത്തിയെടുക്കുന്നതിൽ അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണെന്ന് പറയുന്നു. എന്നാൽ ഈ വാദങ്ങൾ വെറും പൊള്ളയാണെന്നും ക്യൂബൻ ജനതയെ പട്ടിണിയിലാക്കി ഭരണമാറ്റം വരുത്താനുള്ള ഹീനമായ ശ്രമമാണ് ഇതിന് പിന്നിലെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. യുഎസ് നീതിപീഠത്തിൽ നിന്ന് ഒളിച്ചോടിയവരെ സംരക്ഷിക്കുന്നുവെന്ന് ക്യൂബയെ കുറ്റപ്പെടുത്തുന്ന ഉത്തരവ് ബ്ലാക്ക് ലിബറേഷൻ പ്രവർത്തക അസാറ്റ ഷാക്കൂറിന് ക്യൂബ രാഷ്ട്രീയാഭയം നൽകിയതിനെതിരെ ശക്തമായ വിമർശനം ഉയരുന്നുണ്ട്. UN മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ മൃഗീയവും അസാധാരണവും എന്ന് പരാമർശിച്ച അമേരിക്കൻ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്പെട്ട വ്യക്തിയാണ് ഷാക്കൂർ. ഈ നടപടിയെ രാഷ്ട്രീയ പ്രേരിതവും മനുഷ്യാവകാശ ലംഘനവുമായാണ് ക്യൂബൻ അധികൃതർ കാണുന്നത്. US നടപടിയിൽ പ്രതിഷേധിച്ച് ക്യൂബയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് നിരവധി രാജ്യങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ നീക്കം ക്യൂബയ്ക്കെതിരായ വെറുമൊരു നയം മാത്രമല്ല, ഒരു സമ്പൂർണ്ണ സാമ്പത്തിക യുദ്ധപ്രഖ്യാപനം കൂടിയാണെന്ന് ക്യൂബൻ ആക്ടിവിസ്റ്റും പീപ്പിൾ ഫോറം എന്ന സംഘടനയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ മൊണോലോ ഡി ലോസ് സാന്റോസ് എക്സിൽ കുറിച്ചു. ക്യൂബൻ ജനത അവരുടെ സ്വാതന്ത്ര്യം അടിയറവ് വയ്ക്കാനുള്ള ക്രൂരമായ ശ്രമമാണിത്. പട്ടിണിയെ ആയുധമാക്കാനുള്ള നീക്കമാണിത്, അദ്ദേഹം പറഞ്ഞു. ക്യൂബൻ ഉദ്യോഗസ്ഥരുടെ പ്രതികരണമനുസരിച്ച് ഭൂമിയിലെ ഓരോ രാജ്യങ്ങളും ക്യൂബയ്ക്കെതിരായ US നടപടിയിൽ അപലപിച്ചു കഴിഞ്ഞു. ട്രംപിന്റെ പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവ് ഒരു ക്രിമിനൽ കുറ്റകൃത്യമാണെന്നും ഇത് രാജ്യത്തിന്റെ മുഴുവൻ മനുഷ്യാവകാശങ്ങളുടെയും ലംഘനമാണെന്നും ക്യൂബൻ വിദേശകാര്യമന്ത്രി ബ്രൂണോ റോഡ്രിഗസ് എക്സിൽ കുറിച്ചു. US ഉപരോധങ്ങൾക്ക് ഇരട്ടിയായിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായ വെനസ്വേലയെ ട്രംപിന്റെ ഉത്തരവിനെതിരെ ക്യൂബയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. വെനസ്വേല ഈ നയത്തെ കാലഹരണപ്പെട്ടതും മനുഷ്യത്വരഹിതവുമെന്നാണ് വിശേഷിപ്പിച്ചത്. ക്യൂബ പിടിച്ചെടുത്ത രാജ്യത്തിന്റെ പരമാധികാരം നിയന്ത്രിക്കുകയാണ് USന്റെ ലക്ഷ്യമെന്ന് വിവിധ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ബൊളീവിയൻ അലയൻസ് ഫോർ ദ പീപ്പിൾ ഓഫ് അവർ അമേരിക്ക പ്രതികരിച്ചു. ക്യൂബയും വെനസ്വേലയും കൂടാതെ ആന്റിഗുവ, ബാർബുഡ, ബോളിവിയ, ഡൊമിനിക്ക, ഗ്രനഡ, നിക്കരാഗുവ, സെയിന്റ് കിറ്റ്സ്, സെയിന്റ് ലൂസിയ, സെയിന്റ് വിൻസെന്റ്, ഗ്രിനഡീനസ് തുടങ്ങിയ രാജ്യങ്ങളാണ് മറ്റ് അംഗങ്ങൾ. ഈ രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി US നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തുന്നത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്കിടയിൽ ക്യൂബയ്ക്ക് ലഭിക്കുന്ന വലിയ പിന്തുണയുടെ സൂചനയാണിത്. ക്യൂബയ്ക്കെതിരായ US ഉപരോധങ്ങൾക്ക് പതിറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. 1960കളിൽ ആരംഭിച്ച ഈ ഉപരോധങ്ങൾ ഫിഡൽ കാസ്ട്രോയുടെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപ്പിലാക്കിയത്. എന്നാൽ ഈ നീക്കം ക്യൂബയുടെ സാമ്പത്തിക സ്ഥിതിയെ സാരമായി ബാധിച്ചുവെങ്കിലും ഭരണമാറ്റം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ പരാജയപ്പെട്ടു. ബരാക് ഒബാമയുടെ ഭരണകാലത്ത് ക്യൂബയുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ ശ്രമങ്ങൾ നടന്നിരുന്നു. യാത്രാവിലക്കുകൾ ലഘൂകരിക്കുകയും സാമ്പത്തിക ഇടപാടുകൾക്ക് ചില ഇളവുകൾ നൽകുകയും ചെയ്തിരുന്നു. ഇത് ക്യൂബൻ ജനതയ്ക്ക് വലിയ ആശ്വാസം നൽകുകയും ടൂറിസം മേഖലയ്ക്ക് ഉണർവ് നൽകുകയും ചെയ്തു. എന്നാൽ ട്രംപ് അധികാരത്തിലെത്തിയതോടെ ഈ നയങ്ങൾ സമൂലമായ മാറ്റങ്ങൾ വരുത്തുകയായിരുന്നു. ട്രംപ് ഭരണകൂടം ക്യൂബയെ തീവ്രവാദ രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതോടെ ക്യൂബയുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്കും കമ്പനികൾക്കും കൂടുതൽ സാമ്പത്തിക നിയന്ത്രണങ്ങൾ നേരിടേണ്ടി വരും. ഇത് ക്യൂബയുടെ അന്താരാഷ്ട്ര വ്യാപാരത്തെയും വിദേശ നിക്ഷേപങ്ങളെയും സാരമായി ബാധിക്കും. ക്യൂബയുടെ പ്രധാന വരുമാന സ്രോതസ്സുകളിലൊന്നായ ടൂറിസം മേഖലയും ഇതോടെ തകർച്ച നേരിടാൻ സാധ്യതയുണ്ട്. നിലവിൽ ക്യൂബയുടെ ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും പ്രതിസന്ധിയിലാണ്. മരുന്നുകളുടെയും അവശ്യ വസ്തുക്കളുടെയും ലഭ്യതക്കുറവ് ജനജീവിതം ദുസ്സഹമാക്കുന്നുണ്ട്. പുതിയ ഉപരോധങ്ങൾ ഈ പ്രതിസന്ധിയെ കൂടുതൽ രൂക്ഷമാക്കും. ക്യൂബയിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നുവെന്നാരോപിച്ച് US ഈ ഉപരോധങ്ങളെ ന്യായീകരിക്കുന്നത്. എന്നാൽ ക്യൂബൻ ജനതയുടെ ജീവിത നിലവാരം തകർത്തുകൊണ്ട് മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാൻ കഴിയില്ലെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ഭക്ഷണത്തിനും മരുന്നിനും വേണ്ടിയുള്ള ക്യൂബൻ ജനതയുടെ പോരാട്ടം കൂടുതൽ കടുപ്പിക്കാൻ മാത്രമേ ഈ ഉപരോധങ്ങൾക്ക് കഴിയൂ. ഇത് ക്യൂബയിൽ ഒരു മാനുഷിക ദുരന്തത്തിന് വഴിയൊരുക്കുമോ എന്ന ആശങ്കയും ഉണരുന്നുണ്ട്. ട്രംപിന്റെ ഈ നീക്കം US ക്യൂബ ബന്ധത്തിൽ വലിയൊരു വിള്ളൽ വീഴ്ത്തുകയായിരുന്നു. ഇത് മേഖലയിൽ രാഷ്ട്രീയ സ്ഥിതിയെ സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ക്യൂബയ്ക്ക് കൂടുതൽ പിന്തുണ നൽകിയേക്കാം. ഇത് USന്റെ പ്രാദേശിക സ്വാധീനത്തെ കുറയ്ക്കുകയും പുതിയൊരു ശീതയുദ്ധത്തിന് വഴിതെളിക്കുകയും ചെയ്യും. ക്യൂബൻ സർക്കാർ ഈ പുതിയ വെല്ലുവിളിയെ എങ്ങനെ നേരിടുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ആഗോള പിന്തുണ സമാഹരിച്ചും മറ്റു രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തിയും ഈ പ്രതിസന്ധിയെ അതിജീവിക്കാനാണ് ക്യൂബൻ ഭരണകൂടം ശ്രമിക്കുക. എന്നാൽ ഉപരോധങ്ങൾ ക്യൂബൻ ജനതയ്ക്ക് വരുത്തുന്ന കഷ്ടപ്പാടുകൾ എത്രത്തോളമായിരിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയില്ല. ഒരു സമ്പൂർണ്ണ സാമ്പത്തിക യുദ്ധത്തിന്റെ തുടക്കമാണിതെങ്കിൽ ക്യൂബൻ ജനതയ്ക്ക് വരുന്ന ആളുകളിൽ വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരും. അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും നിർണായകമാണ്. മനുഷ്യാവകാശങ്ങളെ മുൻനിർത്തി ക്യൂബൻ ജനതയ്ക്ക് മേൽ ചുമത്തിയ ഈ ഭാരം ലഘൂകരിക്കാൻ ആഗോള സമൂഹം ഇടപെടേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഒരു ജനതയുടെ അതിജീവനത്തിനായുള്ള പോരാട്ടം കൂടുതൽ ദുഷ്കരമാകും.